അപ്പോൾ നമ്മുടെ അടുത്തൊരു വണ്ടി കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വർക്ക് ഫുള്ള് ഇന്നോവയാണ്. ഇന്നോവ 2016 മോഡൽ വണ്ടിയാണ്. ഫുൾ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയലൊക്കെ ഫുള്ള് പണിതെടുത്തിട്ടുണ്ട് അവർ. പുറമേ നിന്നാണ് പണിത്, നമ്മളല്ല. നമുക്ക് വന്നിരിക്കുന്നതാണ് മെക്കാനിക്കൽ വർക്ക്. മെക്കാനിക്കൽ ഇഷ്യൂ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്റീരിയൽ സൗണ്ടാണ് മെയിനായിട്ട് ഇഷ്യൂ ഉണ്ടായിരുന്നത്. വണ്ടി ഓടിക്കുമ്പോഴും അതേപോലെ തന്നെ ഹെവി ആയിട്ട് സൗണ്ട് ഉണ്ട്. ഇന്റീരിയൽ കംപ്ലീറ്റും ഒരു എന്താ പറയുക, ബുർ എന്ന് പറഞ്ഞിട്ട് ഡാഷ്ബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ നിന്ന് പുറത്തുനിന്നും ഒക്കെ. അപ്പോൾ ഇവർ ഈ ഫിറ്റിങ്സിന് വേണ്ടി പെയിന്റ് അടിക്കാനും ഈ ഫിറ്റിങ്സിന് വേണ്ടി അഴിച്ചപ്പോൾ റീസെറ്റ് ചെയ്തപ്പോൾ വന്നിട്ടുള്ള കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, എഞ്ചിൻ ബെഡ് പോയതിൻ്റെ സൗണ്ടുകൾ, അങ്ങനെയുള്ള കുറേ സൗണ്ടുകളാണ് മെയിൻ ഇഷ്യൂ. അതുപോലെ തന്നെ ഞാൻ അന്ന് ഓടിക്കുമ്പോൾ കസ്റ്റമറിനെ ഇരുത്തി ഓടിക്കുമ്പോൾ ബാക്ക് സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ വണ്ടി പോകുന്നത് ആഞ്ചിട്ടാണ് പോകുന്നത്. ആഞ്ചി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു താളം തെറ്റി പോകുന്നത് പോലെയാണ് ഉണ്ടായിരുന്നത് ബാക്ക് സൈഡ്. അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ ബെഡ്, ഗിയർ ബോക്സ് ബെഡും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഈ വൈബ്രേഷൻ വരുമ്പോൾ നമുക്ക് മെയിനായിട്ടും മാറ്റേണ്ടത് എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സും ഉണ്ട്. അതിന് അതിൽ കൂടുതലും വൈബ്രേഷൻ ബോഡിയിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ ഈ പാർട്സുകൾ കംപ്ലീറ്റും, ബോഡി പാർട്സുകൾ കംപ്ലീറ്റും കിടന്ന് വിറയ്ക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 80% ആ മൗണ്ട് മാറ്റുമ്പോൾ ആ ഒരു വൈബ്രേഷൻ സൗണ്ട് പോകും. പിന്നെ നമ്മൾ എല്ലാം ഒന്ന് അഴിച്ച് റീസെറ്റ് ചെയ്ത് ക്ലിയർ ആക്കുമ്പോൾ അതും കൂടെ കംപ്ലൈൻറ്റ് സോൾവ് ആവും. മെയിനായിട്ട് ഈ ഡാഷ്ബോർഡിൽ വരുന്നത് ABS ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ, ABS എയർ ബാഗ് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഡാഷ്ബോർഡിൽ ഈ സൈഡ് വരുന്ന എയർ ബാഗ് യൂണിറ്റിൽ നിന്നാണ് ആ സൗണ്ട് എന്ന് വരും. പിന്നെ ഈ ഡാഷ്ബോർഡിൻ്റെ സെൻറ്ററിൽ നിന്നും ആ ഒരു സൗണ്ട് നമുക്ക് വരാം. ഇതിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് എഞ്ചിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ട് മാറി. അതുപോലെ തന്നെ റിയറിലെ ഷോക്ക്, ഡിസ്ക് റോട്ടർ, ബ്രേക്ക് പാഡ് അങ്ങനെയുള്ള കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട്. ആ മാറ്റി ആകുമ്പോൾ തന്നെ എല്ലാ സൗണ്ടും പക്ക ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പം സൗണ്ട് നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഗിടുന്ന ഒരു സാധനം ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്ന ഈ സ്റ്റീരിയോ അങ്ങനെയുള്ള സാധനത്തിൽ നിന്നൊക്കെയാണ് കൂടുതലും സൗണ്ട് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ സാധനമൊക്കെ സാധാരണ നോർമൽ പാർട്സ് ആണ്. അത് എത്രത്തോളം നമ്മൾ കറക്റ്റ് ചെയ്താലും ആ ഒരു സൗണ്ട് നമുക്ക് ചിലപ്പോൾ പുറത്ത് വരും. എന്നാലും മാക്സിമം നമ്മളിത് ട്രൈ ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഡാഷ്ബോർഡിൻ്റെ ഉള്ളിൽ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അത് ഡാഷ്ബോർഡ് ഇളക്കി നമ്മൾ ആ സൗണ്ടും കൂടെ പക്ക ക്ലിയർ ആക്കി. പിന്നെ ഇപ്പോൾ ഇതിലുള്ള സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC-യുടെ ബ്ലോവർ സൗണ്ട് വരുന്നുണ്ട്. നമ്മൾ സ്ലോയിലിട്ട് നമ്മൾ ആക്സിലേഷൻ വിടുമ്പോഴും കൂട്ടുമ്പോഴും ആ ഒരു വോൾട്ടിൻ്റെ ഒരു വ്യത്യാസം വരുമല്ലോ. ആ സമയത്തുള്ളൊരു സൗണ്ട് ബ്ലോവർ, AC-യുടെ ബ്ലോവർ മോട്ടർ ഒരു ഗ്രന്നൊരു സൗണ്ട്, ഒരു ബൈക്ക് പോകുന്ന പോലെയൊക്കെ ഒരു സൗണ്ട് വരുന്നുണ്ട്. അതിനെന്തായാലും ബ്ലോവർ മാറ്റി തന്നെ വേണം. കസ്റ്റമർ പറഞ്ഞിട്ടുള്ളതാണ് ആ സൗണ്ടിന് ഇങ്ങനൊരു സൗണ്ട് ഉണ്ട്, എവിടെ നിന്നാണെന്ന് അറിയില്ല, ഒരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ബ്ലോവർ എന്നാണ് സൗണ്ട് വരുന്നത്. അപ്പോൾ ബ്ലോവർ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടില്ല. പിന്നെ യൂസ്ഡ് ഞാൻ ഇടാൻ നിന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ്സ് പാർട്സ് എപ്പോഴും ഇടുമ്പോഴും ഒന്നില്ല കസ്റ്റമർ മേടിച്ച് തരിക, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. നമ്മൾ യൂസ്ഡ് ഇടുമ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ഈ പണിയും വിട്ടിട്ട് അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. അതുകൊണ്ട് യൂസ്ഡ് അധികം ഞാൻ ഇടാൻ നിൽക്കില്ല. അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ മേടിച്ച് തരാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു ബ്ലോവറിൻ്റെ സൗണ്ട് മാത്രം അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ ആക്സിലേഷൻ കൊടുക്കുമ്പോഴും വിടുമ്പോഴും ഒക്കെ നല്ലോണം ഫീൽ ചെയ്യത് എന്ന് പറഞ്ഞിട്ട് നല്ലോണം സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബ്ലോവർ മാത്രം മാറ്റി കഴിഞ്ഞാൽ അത് കറക്റ്റ്. ബ്ലോവർ അഴിക്കാനും വലിയ പണിയില്ല. ഒരു 8-ന്റെ 3 നെറ്റ് അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിലും ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അഴിച്ചുകൊണ്ട് ഫിറ്റ് ചെയ്യാന്നുള്ളത് കസ്റ്റമർക്ക് തന്നെ അഴിച്ച് ഫിറ്റ് ചെയ്യാന്നുള്ളത്. എപ്പോഴും ആരാണെന്നുണ്ടെങ്കിലും വണ്ടിയുള്ള ആൾക്കാർ കുറച്ച് മെക്കാനിക്കൽ വർക്ക് അതുപോലെ തന്നെ നെറ്റും ബോൾട്ടും അഴിക്കാനും എല്ലാത്തിനും ഒരു വില്ലിംഗ് ആയി നിൽക്കണം. എന്നാൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് നമുക്ക് വർക്ക്ഷോപ്പിൽ പോകാതെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു എല്ലാവരും കുറച്ച് കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. എന്നാലേ നമുക്ക് ഒരു ബ്രേക്ക് ഡൗൺ ആയില്ല എന്നുണ്ടെങ്കിൽ വണ്ടി വഴിയിൽ നിന്നു. ചില സമയങ്ങളിലൊക്കെ വണ്ടി വഴി നിന്നിട്ട് നമ്മൾ ഡീസൽ കഴിഞ്ഞ് നിൽക്കുകയായിരിക്കും. ഹാൻഡ് പമ്പ് ചെയ്യാൻ പറയുമ്പോഴടക്കം കസ്റ്റമറുകൾക്ക് അറിയില്ല അത് എവിടെയാണ്, എങ്ങനെയാണ്, എന്താണ് എന്നുള്ള ഒരു ധാരണയിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു അടുത്തൊരു വീഡിയോ ഞാനിടാം. ഒരു ബേസിക് കാര്യങ്ങൾ ഒരു കസ്റ്റമർക്ക് എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു ബേസിക് ആയിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടുതരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കണ്ടതൊന്ന് ഇതാക്കിയാൽ മതി. അതെന്തായാലും കുറച്ച് കാര്യങ്ങൾ എന്തായാലും നമുക്ക് അറിയണം. അതുപോലെ തന്നെ കുറച്ച് ടൂള്, ഒരു 10-15 ടൂള് നമ്മുടെ വണ്ടിക്കകത്ത് എപ്പോഴും വേണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ധൈര്യമായിട്ട് വണ്ടി എവിടെയാണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ സാഹചര്യങ്ങളിൽ നമുക്ക് വർക്ക്ഷോപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളിലായിരിക്കും പോയി പെടുക. ചിലപ്പോൾ ഹിൽസിൽ പോകുമ്പോഴും അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരില്ലാത്ത സ്ഥലത്ത് പെട്ടാൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ഇത് വേണം. ചില ആൾക്കാർക്ക് വീല് പോലും അഴിക്കാൻ അറിയില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കറക്റ്റായിട്ട് ഇടാം. അതെല്ലാം നമുക്ക് ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യം എപ്പോഴും നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്.
അപ്പോൾ ഇതിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കസ്റ്റമർ പറഞ്ഞ കംപ്ലൈൻറ്റ് മെയിനായിട്ട് ഈ വൈബ്രേഷനും കാര്യങ്ങളായിരുന്നു. അത് കംപ്ലീറ്റ് സോൾവ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടി ഇത് 17 ഇഞ്ചാണ് അലോയ് ഇട്ടിരിക്കുന്നത്. അതുപോലെ ഷോക്കിലും ഹൈറ്റ് നല്ലവണ്ണം കൂട്ടിയിട്ടുണ്ട്. സ്പേസർ ഇട്ടിട്ട് സ്പേസർ ഇട്ടിട്ട് ഹൈറ്റും പൊക്കിയിരുന്നു. അപ്പോൾ വണ്ടി ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഫോർച്യൂണറിൻ്റെ ഹൈറ്റിൻ്റെ ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഓൾട്രേഷൻ വർക്കൊക്കെ പുറത്ത് തന്നെയാണ് ചെയ്ത വർക്കൊക്കെ പക്ക നീറ്റ് തന്നെയാണ് ഉണ്ടല്ലേ. പിന്നെ നമ്മളിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ല, ഡിസ്ക് റോട്ടർ മാറി, ബ്രേക്ക് പാഡ് മാറി, റിയറിലെ ഷോക്ക് മാറി, ഇലക്ട്രോഡ് ബുഷ് മാറി, എൻജിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ട്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തത്. ഇൻറ്റീരിയൽ വർക്കും പക്കയാണ് ഇതിൻ്റെ നേരത്തെ ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് വണ്ടി തന്നെയാണ്. നമ്മൾക്ക് സീറ്റ് അടിക്കുന്ന അവർ തന്നെയാണ്, പയ്യന്മാർ തന്നെയാണ്. ഇതും സീറ്റും റെക്സനും എല്ലാം ഇൻറ്റീരിയൽ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. മാറ്റിയ പാർട്സൊക്കെ നമ്മൾ വണ്ടിക്കകത്ത് തന്നെ വെച്ചിട്ട് അത് നീറ്റാക്കിയിട്ട് വെച്ചിട്ട് വാട്ടർ വാഷും കൂടെ ചെയ്തിട്ട് വേണം വണ്ടി കൊടുക്കാനായിട്ട്. ഇൻറ്റീരിയൽ കംപ്ലീറ്റും ബ്ലാക്കും അതുപോലെ തന്നെ ഈ ഒരു ടാൻ്റെ കോമ്പിനേഷനിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ക സീറ്റ് അതിൻ്റെ മോഡലും എല്ലാം പക്ക നീറ്റായിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ലുക്കിലേക്ക് കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബോഡി പാച്ചോ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ശരിക്കും ഹൈറ്റ് കൂട്ടിയപ്പോൾ വണ്ടി കാണാൻ തന്നെ വേറൊരു ലുക്കായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും